നമസ്കാരം, ഞാൻ മനീഷ് വാര്യർ. നല്ല സമയം എന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാശിഫലത്തെ അടിസ്ഥാനമാക്കി ആണ് നല്ല സമയം പറയുന്നത്. ഓരോ ആഴ്ചയിലെയും ഓരോ വ്യത്യസ്തരായ നക്ഷത്ര ജാതകർക്കുള്ള ഫലങ്ങൾ ഡിഫറൻ്റാണ്. അതായത് നമ്മൾ ചന്ദ്രൻ്റെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയാണ് ഓരോ ആഴ്ചയിലെയും നക്ഷത്രഫലം പറയുന്നത്. ഇത് പല ആൾക്കാർക്കും പല രീതിയിലാണ് വരുന്നത്. മാർച്ച് മാസത്തിലെ അവസാന വാരത്തിലെ ഫലമാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ പാദം ചേർന്നതാണ് മേടക്കൂർ. മേടക്കൂറുകാർക്ക് ഈ വാരം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാലമായിട്ടാണ് പറയേണ്ടത്. അതായത് പലതരത്തിലുള്ള സാമ്പത്തിക ക്ലേശങ്ങളും അതോടൊപ്പം തന്നെ മാനസിക ക്ലേശങ്ങളുമാണ് പ്രധാനമായും അനുഭവിക്കേണ്ടി വരിക. അതിൽ അശ്വതി നക്ഷത്രത്തിലുള്ള ആൾക്കാർക്കാണ് കൂടുതലും മാനസിക ബുദ്ധിമുട്ട് നമ്മൾ പറയുന്നത്. അവർ ഇടപെടുന്ന പല കാര്യങ്ങളിൽ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ അവരെ വേണ്ട വിധത്തിൽ സ്വാധീനിക്കുകയും പലതരത്തിലുള്ള വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് അശ്വതി നക്ഷത്രത്തിലുള്ള സ്ത്രീ ജാതകർക്കാണ് കൂടുതലും മാനസിക സംക്ലേശങ്ങൾ നമ്മൾ പറയുന്നത്. അവർ വളരെയധികം ശ്രദ്ധയോടെ വേണം സുഹൃത്തുക്കളുമായി സംസാരിക്കാനും, അല്ലെങ്കിൽ കാര്യങ്ങൾ തർക്കം എന്നൊരു ഇതാണ് പറയേണ്ടത് മെയിനായിട്ട്. അപ്പം മേടരാശിയിലുള്ള എല്ലാ ആൾക്കാരും വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ ആഴ്ചയിൽ പല കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ. ബിസിനസ്സുകാരായാലും കൺസൾട്ടൻ്റ് പോലുള്ള പ്രൊഫഷണൽ ജോലിക്കാരായാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് ആൾക്കാരുമായി ചേർന്ന് പോകാൻ പറ്റാതെ വരികയും അതുമൂലമുണ്ടാകാവുന്ന കുറച്ച് വാഗ്വാദങ്ങൾ ഉണ്ടാവുകയും അതുമൂലമുണ്ടാകുന്ന മാനസിക ക്ലേശമാണ് അവർ. അപ്പോൾ അതേപോലെ തന്നെ ഇതുപോലെ തെറ്റായ തീരുമാനം എടുത്തിട്ടുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങളാണ് നമ്മൾ അടുത്തതായി പറയേണ്ടത്. അത് വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. എല്ലാ മേഖലയിലുള്ള ആൾക്കാരും സാമ്പത്തികപരമായി കൈകാര്യം ചെയ്യുമ്പോൾ ഈ ആഴ്ച വളരെയധികം ശ്രദ്ധിക്കണം. പലതരത്തിലുള്ള നഷ്ടങ്ങൾ വരാനും അതോടൊപ്പം ബാധ്യത വരാനുള്ള ഒരു സാധ്യതയും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആലോചിക്കണം. തൻ്റെ സ്ഥലം അല്ലെങ്കിൽ തൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാനും മേടരാശിക്കാർ ഈ ആഴ്ച ചെയ്യേണ്ടത്. ഇടവക്കൂർ, കാർത്തിക മുക്കാപാദവും രോഹിണി മകീരത്തിൻ്റെ അരപാദവും ചേർന്നതാണ് ഇടവക്കൂർ. ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച ഗുണദോഷ മിശ്രിതമായിട്ടാണ് പറയുന്നത്. ദോഷങ്ങൾ കുറവാണെങ്കിലും വലിയ രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടാകണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും നല്ലപോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമെങ്കിൽ പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നല്ല അവസരങ്ങൾ ബിസിനസ്സുകാർക്ക് വരികയും അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയും ചെയ്താൽ അവർക്ക് വലിയ നേട്ടങ്ങൾ ഈ ആഴ്ച ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റുകളിൽ സാമ്പത്തികപരമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം നേട്ടം ഉണ്ടാകാൻ ഒരു സാധ്യത അവിടെയുണ്ട്. പക്ഷേ ആ നേട്ടത്തെ അവർ തങ്ങളുടേതായ ലാഭമാക്കി മാറ്റേണ്ടതാണ്. അതായത് അധികം അത്യാഗ്രഹത്തിന് പോകാതെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് വലിയ മെച്ചമുണ്ടാകും. ഇല്ലെങ്കിൽ അത് കിട്ടിയ ലാഭം വീണ്ടും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനൊരു സാധ്യത ഇടവരാശിക്കാർക്ക് ഈ ആഴ്ചയുണ്ട്. അതേപോലെ തന്നെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും നേട്ടങ്ങൾ ഉണ്ട്. പലതരത്തിലുള്ള നേട്ടങ്ങൾ വന്നുപെടുന്നതാണ്. അതോടൊപ്പം ഈ നേട്ടങ്ങളിൽ മതിമറന്നാണ് അബദ്ധങ്ങൾ അവർക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തനിക്കുണ്ടായ സന്തോഷത്തെ ഓവറാക്കാതെ മാനേജ് ചെയ്ത് പോകുമെങ്കിൽ അവർക്ക് വലിയ നഷ്ടങ്ങളില്ലാതെ അല്ലെങ്കിൽ ക്ലേശങ്ങളില്ലാതെയും ഈ ആഴ്ചയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതിനായി യഥാശക്തി തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് കാര്യങ്ങൾ പക്വതയോടെ ചെയ്യേണ്ടതാണ്. മിഥുനക്കൂർ, മകീരം അരപാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ മുക്കാൽപാദവും ചേർന്നതാണ് മിഥുനക്കൂർ. മിഥുനരാശിക്കാർക്ക് ഈ ആഴ്ച ദോഷകരമായ ഒരു കാലമായിട്ടാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് സംസാരം മുഖേന ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടാണ് അവിടെ എടുത്തു പറയേണ്ടത്.
അത് വളരെയധികം ശ്രദ്ധിച്ചു വേണം. ആ സംസാര ദോഷം ഒഴിവാക്കിയാൽ അവർക്ക് ഒരു പരിധിവരെ തങ്ങളുടെ ദോഷങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അകാരണമായ കലഹങ്ങളാണ് പറയേണ്ടത്. അത് എല്ലാ മേഖലയിൽപ്പെട്ട ആൾക്കാരും എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും അത് ബാധകമാണ്. കുട്ടികളായാലും മുതിർന്നവരായാലും നല്ലപോലെ പ്രായമുള്ളവരായാലും വഴക്കുകൾ ഉണ്ടാക്കുക ആണ് പറയേണ്ടത്. അവരുടെ മനസ്സിന് ദേഷ്യം കൂടിയിട്ട് സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ വരികയും അത് മറ്റുള്ളവരോടുള്ള കലഹമായി മാറുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ കലഹമുണ്ടാക്കാതിരിക്കാൻ മനസ്സിനെ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികൾക്കും വിദേശവാസത്തേക്ക് ജോലി തേടുന്ന ആൾക്കാർക്കും നേട്ടമുണ്ട്. അവർക്ക് നല്ല വാർത്തകൾ കിട്ടും. നല്ല രീതിയിൽ മനസ്സിന് സന്തോഷം കിട്ടുകയും അതോടൊപ്പം അവർക്ക് തങ്ങളുടെ ജീവിത രീതി മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി വളരെയധികം ശ്രദ്ധിച്ച് മിഥുനരാശിയിലുള്ള ആൾക്കാർ പ്രയത്നിക്കേണ്ടതാണ്. കർക്കിടക്കൂറ്. കർക്കിടക രാശിക്കാർക്ക് ഈ ആഴ്ച സന്തോഷകരമായ കാലമാണ്. പലതരത്തിലുള്ള അവസരങ്ങളാണ് പ്രത്യേകിച്ചും പറയേണ്ടത്. പല രീതിയിലുള്ള അവസരങ്ങൾ, പുതിയ പുതിയ അവസരങ്ങൾ അവരെ തേടിയെത്തുകയും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തനിക്ക് കിട്ടുന്ന ഓരോ അവസരത്തെയും വളരെയധികം ശ്രദ്ധയോടെ ഉപയോഗിച്ച് വേണം നമ്മൾ ഈ കർക്കിടക രാശിക്കാർ ഈ ആഴ്ച കാര്യങ്ങളെ സമീപിക്കാൻ. എല്ലാ കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവരും. ഇവിടെ നമ്മൾ കുറച്ചൊരു ദോഷാവസ്ഥ പറയുന്നത് മധ്യവയസ്കരായ ബിസിനസ്സുകാർക്കാണ്. അവർ സാമ്പത്തികപരമായി ആരുടെങ്കിലും നിന്നും കയ്യിൽ നിന്ന് പൈസ എടുക്കുകയും അതുമൂലം അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് പൂയ നക്ഷത്രത്തിൽപ്പെട്ട മധ്യവയസ്കരായ ബിസിനസ്സുകാർ. അവരുടെ ഈ കാലം അത്ര ഒരു ഫേവറായിരിക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ ആഴ്ച അത്ര ഒരു ദോഷകരമായി പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെങ്കിൽ വലിയ ക്ലേശങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഇവിടെയും മനസ്സിനെ നിയന്ത്രിച്ച് വളരെ പക്വതയോടെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ ഭാഗം ചേർന്നതാണ് ചിങ്ങക്കൂറ്. ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ചക്കാലം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് നമ്മൾ പറയുന്നത്. ദോഷങ്ങൾ വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഗുണങ്ങളുണ്ട്. അത് വളരെയധികം ശ്രദ്ധിച്ച് തനിക്ക് വരുന്ന ഓരോ അവസരത്തെയും വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ജോലി തേടുന്നവർക്ക് ജോലി കിട്ടുകയും അതുപോലെ വിവാഹം നോക്കുന്നവർക്ക് വിവാഹം നടക്കുകയും വിദേശവാസത്തേക്ക് പോകുന്നവർക്ക് വിദേശത്തേക്കുള്ള സാധ്യത തെളിയുകയും പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ല അവസരങ്ങൾ വരുന്നതാണ്. അത് വളരെ ഭംഗിയായി ഉപയോഗിച്ച് ചിങ്ങരാശിക്കാർ ഈ ആഴ്ച കാര്യങ്ങളെ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം സന്തോഷം കൂടുമ്പോൾ അല്ലെങ്കിൽ നല്ല ഇത് വരുമ്പോൾ അവർക്ക് സ്വന്തം കാര്യം ശ്രദ്ധിക്കാൻ പറ്റാതെ വരികയും അതുമൂലം അശ്രദ്ധ ഉണ്ടാവുകയും അങ്ങനെ ആരോഗ്യം ദോഷമാകുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ പാർട്ടികളിലൊക്കെ പങ്കെടുത്ത് ഭക്ഷണത്തിലൂടെ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നാണ് നമ്മൾ പറയേണ്ടത്. അതുകൊണ്ട് അവർ ഭക്ഷണം കൺട്രോൾ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന രോഗപീഠകൾ വരികയും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടിയും ചെയ്യേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് ചിങ്ങരാശിക്കാർ വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നോക്കുക. കന്നിക്കൂറ്. ഉത്തരത്തിൻ്റെ മുക്കാപാദവും അത്തും ചിത്തിരയുടെ അരപ്പാദവും ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷമായിട്ടാണ് പറയുന്നത്. ദോഷങ്ങളുണ്ട്. തുടക്കത്തിൽ തന്നെ പലതരത്തിലുള്ള ക്ലേശങ്ങളായിരിക്കും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക. പലരുമായി സ്വരച്ചേർച്ചയില്ലാതെ വരും. അതുമൂലം ചെറിയ നഷ്ടങ്ങൾ വരാം. അല്ലെങ്കിൽ അപമാനമുണ്ടാകാം. പലരും നമ്മളെപ്പറ്റി മോശപ്പെട്ട അവസ്ഥ പറയുക എന്ന് പറയുന്നൊരു ഇതായിട്ടാണ് നമ്മൾ കന്നിക്കൂറുകാർക്ക്, കന്നിരാശിയിലുള്ള നക്ഷത്രജാതർക്ക് ഈ ആഴ്ച പറയേണ്ടത്. അത് മെയിനായിട്ട് അപമാനമാണ് പറയേണ്ടത്. തന്നെപ്പറ്റി മറ്റൊരാൾ മോശമായി പറയുക, അത് ചോദിക്കാൻ ചെല്ലുമ്പോൾ അവരുമായി വഴക്കുണ്ടാവുക, അങ്ങനെയുള്ള ഒരു കലഹം ഉണ്ടാവാനൊരു സാധ്യത അവിടെയുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും വളരെയധികം ശ്രദ്ധിച്ച്
നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി പോവുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികൾക്കാണ് പറയുന്നത്. അല്ലെങ്കിൽ ജോലി സ്ഥാനക്കയറ്റം നേടുന്ന ആൾക്കാർ തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെടാതെ തങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി പോവുകയാണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും ദോഷങ്ങളെ കുറയ്ക്കാനും സാധിക്കുന്നതാണ്. അത് വളരെയധികം ശ്രദ്ധിച്ചു പോകണം. കുട്ടികൾക്കായാലും ഇതുതന്നെയാണ് സ്ഥിതി. കൂടെ ഉള്ള ആൾക്കാരുമായി അകാരണമായി വാഗ്വാദങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ പോവുകയും അതുമൂലം അവരിൽ നിന്നും തനിക്ക് ഹിതമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ കന്നിരാശിയിലുള്ള എല്ലാ ആൾക്കാരും വളരെയധികം ശ്രദ്ധയോടെ വേണം ഈ പറഞ്ഞ കാര്യങ്ങളിൽ അഭിമുഖീകരിക്കാനും അതിനോട് അനുബന്ധിച്ച് വേണം തൻ്റെ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും. അപ്പം മനസ്സിന് ശക്തി കൂട്ടി അല്ലെങ്കിൽ പേടിക്കാതെ ആരോടും ദേഷ്യപ്പെടാതെ സമചിത്തതയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അവർക്ക് വളരെയധികം മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടുന്നുണ്ട്. തുലാക്കൂറ് ചിത്രയുടെ അരപാദവും ചോതി വിശാഖം മുക്കാപാദവും ചേർന്നതാണ് തുലാക്കൂറ്. തുലരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷമായിട്ടാണ് പറയുന്നത്. ദോഷങ്ങൾ കുറവാണെങ്കിലും ഗുണങ്ങളുണ്ടാവും. പലതരത്തിലുള്ള പുതിയ അവസരങ്ങൾ, അതായത് നമുക്ക് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പുതിയ പങ്കാളിയെ കിട്ടുക, ഇനി ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ജീവിത പങ്കാളിയെ ലഭിക്കുക, അങ്ങനെയുള്ള മെച്ചപ്പെട്ട അതായത് നല്ല രീതിയിലുള്ള മംഗളകാര്യങ്ങൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള തുടക്കമുണ്ടാകാവുന്ന ഒരാഴ്ചയാണ് തുലാരാശിക്കാർക്ക് ഈ ആഴ്ച. വളരെയധികം സന്തോഷകരമായിട്ടും അല്ലെങ്കിൽ സമാധാനപരമായിട്ടും കാര്യങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മളൊരു ക്ലേശാവസ്ഥയായിട്ട് പറയുന്നത് രോഗപീഠയാണ്. പലതരത്തിലുള്ള രോഗപീഠ വരികയും ആ രോഗപീഠയിൽ ഉണ്ടാകാവുന്ന ദേഹവിയോഗം, ബന്ധുമിത്രാദികളുടെ ദേഹവിയോഗം ഒരു ദുഃഖം കാരണമായിട്ട് വരാനൊരു സാധ്യത നമ്മളിവിടെ പറയുന്നുണ്ട്. അത് വളരെയധികം സങ്കടകരമാണ്. പക്ഷേ എങ്കിലും മനസ്സിനെ നിയന്ത്രിച്ച് തൻ്റെ ആ സങ്കടത്തിൽ നിന്നും കരകയറേണ്ടതാണ്. ഇതിനായി നമ്മൾ യഥാശക്തി ഈശ്വരഭജനം നടത്തുകയും അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതാണ്. കുട്ടികൾക്ക് ശുഭകരമായ കാലമാണ്. നല്ല രീതിയിലുള്ള അവസരങ്ങൾ മുന്നോട്ടുള്ള അവരെ കാര്യങ്ങൾക്ക് അവസരങ്ങൾ വരികയും ആ അവസരങ്ങൾ കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ജോലി തേടുന്ന ആൾക്കാർക്ക് ജോലി കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടെയും മനഃശക്തിയോടെയും കാര്യങ്ങൾ മുന്നോട്ട് നോക്കേണ്ടതാണ് തുലാരാശിക്കാർ ഈ ആഴ്ച. വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽപാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചിക രാശിക്കാർക്കും ഈ ആഴ്ച ഗുണദോഷപരമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള ക്ലേശങ്ങൾ ആ ആഴ്ചയുടെ ആദ്യം ഉണ്ടാകുമെങ്കിലും പിന്നീട് അത് ഗുണത്തിലേക്ക് വരികയും ചെയ്യുന്നതാണ്. അവർക്ക് പുതിയ പുതിയ വാഹനങ്ങൾ എടുക്കാൻ സാധിക്കുക, ആദ്യം അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ പലതരത്തിലുള്ള തടസ്സങ്ങൾ വരിക, അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ഫൈനാൻസ് സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് വരിക, പിന്നീട് അതെല്ലാം ക്ലിയറായി നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് നമുക്ക് എത്തിപ്പറ്റാൻ അല്ലെങ്കിൽ അതിലേക്ക് എത്തുവാൻ സാധിക്കുന്നതാണ്. അതിലൂടെ ഒരു മനസംതൃപ്തി ലഭിക്കുന്നതാണ്. താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം അംഗീകാരം ലഭിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി തേടുന്ന ആൾക്കാണെങ്കിൽ ജോലി കിട്ടുക, നല്ല ജോലിയിലിരിക്കുന്ന ആൾക്കാർക്ക് പ്രമോഷൻ കിട്ടി അവർക്കൊരു അംഗീകാരം ലഭിക്കുക, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരികയും ചെയ്യുന്ന ഒരു ആഴ്ചയാണ് വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച. പ്രത്യേകിച്ച് അനീഴ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്ക് നല്ല ഒരു നേട്ടങ്ങളുണ്ടാവും. അത് മനസ്സിന് സന്തോഷം ലഭിക്കുക, അല്ലെങ്കിൽ അവർ നേരിട്ടുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, വിദേശത്തേക്ക് ആഗ്രഹിച്ച യാത്രകൾ നടത്താൻ സാധിക്കുക, അങ്ങനെ മനസ്സിന് ഒരു സന്തോഷം ലഭിക്കുന്ന ഒരാഴ്ചയാണ് വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച. വളരെയധികം ശ്രദ്ധയോടെയും പക്വതയോടെയും കാര്യങ്ങൾ ചെയ്യാൻ അവർ ശ്രമിക്കേണ്ടതാണ്. അതിലൂടെ അവർക്കൊരു മാനസിക സന്തോഷവും സമാധാനവും ലഭിക്കുന്നതാണ്. ധനുക്കൂറ്
മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം ചേർന്നതാണ് ധനുക്കൂർ. ധനുരാശിക്കാർക്ക് ഈ ആഴ്ച സന്തോഷകരമായ ആഴ്ചയാണ്. കുറച്ച് നാളുകളായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുകയും അതിലൂടെ അവർക്ക് സാമ്പത്തികപരമായും കർമ്മപരമായും വളരെയധികം ഒരു ഉന്നതി വരുന്ന ഒരു ആഴ്ചയാണ് ധനുരാശിക്കാർക്ക് ഈ ആഴ്ച. പ്രത്യേകിച്ച് ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിലുള്ള ആൾക്കാർക്ക് അവർക്ക് ജോലിപരമായി വലിയധികം ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും തടഞ്ഞു വച്ചിരുന്ന സാമ്പത്തികം അല്ലെങ്കിൽ അവരുടെ ശമ്പളമോ ആനുകൂല്യങ്ങളോ അനുവദിച്ച് കിട്ടുക, അതിലൂടെ ഉണ്ടാകുന്ന പെട്ടെന്ന് കിട്ടുന്ന ഒരു സാമ്പത്തിക ഇത്, അതേപോലെ തന്നെ ലോൺ തേടുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു സാമ്പത്തികമായ എക്സ്ട്രാ ഒരു സപ്പോർട്ട് കിട്ടുക, അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ ഇൻവെസ്റ്ററെ കിട്ടുക, അങ്ങനെ എല്ലാ മേഖലയിലും ഒരു നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന ഒരു ആഴ്ചയായിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതോടൊപ്പം തന്നെ കുറച്ച് നഷ്ടങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അശ്രദ്ധ മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം, അതായത് ശ്രദ്ധിക്കാതെ ചില തീരുമാനങ്ങൾ എടുക്കുകയും അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി പ്രിപ്പയർ ചെയ്യാതെ വിദഗ്ധ ഉപദേശം തേടാതെ ചെയ്തത് മൂലമുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ വരിക, അതിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടമുണ്ടാവുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ശ്രദ്ധക്കുറവ് കൊണ്ട് പരാജയം സംഭവിക്കുക, അവരത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. പിന്നെ മുതിർന്ന ധനുരാശിയിലുള്ള മുതിർന്ന ആൾക്കാർക്ക് രോഗപീഠ, അതൊരു ദോഷാവസ്ഥയായിട്ടാണ് പറയുന്നത്. അതിനുവേണ്ടിയുള്ള അങ്ങനെയും സാമ്പത്തിക ചെലവ് വരിക, അതുമൂലം കുറച്ച് സാമ്പത്തികപരമായ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിന് വളരെ ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട്. അങ്ങനെ ശ്രദ്ധയോടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കി സന്തോഷത്തോടെ പോകാൻ ധനുരാശിക്കാർക്ക് ഈ ആഴ്ച സാധിക്കുന്നതാണ്. മകരക്കൂറ്. ഉത്രാടം 3/4 പാദവും തിരുവോണം അവിട്ടം അരപ്പാദവും ചേർന്നതാണ് മകരക്കൂറ്. മകരരാശിക്കാർക്ക് ഈ ആഴ്ച സന്തോഷകരമായ ഒരു കാലമായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് തിരുവോണ നക്ഷത്രത്തിലെ ആൾക്കാർക്ക് അവർക്ക് പലതരത്തിലുള്ള പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുക, പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടുക, അതോടൊപ്പം തന്നെ ദാമ്പത്യപരമായിട്ട് മറ്റ് നേട്ടങ്ങൾ ഉണ്ടാവുക, പുതിയ ജോലി സ്ഥലത്തേക്ക് പോയിട്ട് പുതിയ ആൾക്കാരെ കാണാനും അവരോട് ബന്ധങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു ഉല്ലാസപരമായിട്ടുള്ള ഒരു കാലമായിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ യാത്രകൾ നടത്തി കൂടുതൽ സന്തോഷമുണ്ടാക്കുക. അപ്പം ഭക്തിപരമായിട്ടും അല്ലാതെ ഉല്ലാസപരമായിട്ടും യാത്രകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആഴ്ചയായിട്ടാണ് മകരരാശിക്കാർക്ക് ഈ ആഴ്ച പറയേണ്ടത്. ആ യാത്രകൾ മൂലമുണ്ടാകാവുന്ന ചില ക്ലേശങ്ങൾ ഒഴിച്ചാൽ പൊതുവെ അവർക്കൊരു സന്തോഷവും സമാധാനപരവുമായിരിക്കും മകരരാശിക്കാർക്ക് ഈ ആഴ്ച. അതിൽ തിരുവോണ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് കൂടുതലും ക്ലേശങ്ങൾ പറയുന്നത്. അതായത് ഈ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെ ഉണ്ടാകുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന തൃപ്തികരമല്ലാത്ത പെരുമാറ്റം മുഖേന ഉണ്ടാകാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ, അതായത് അവരുമായിട്ടുള്ള വഴക്കുകളോ അല്ലെങ്കിൽ വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ നമ്മൾ അവരെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള ചെറിയ മനക്ലേശങ്ങൾ സംഭവിക്കാനൊരു സാധ്യത അവിടെയുണ്ട്. അത് സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ നിയമപരമായി പ്രശ്നം നേരിട്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് നിയമപരമായി ഒരു പരിഹാരം ലഭിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ്. അതിലൂടെ സാമ്പത്തിക ലാഭവും അവർക്ക് ലഭിക്കുന്നതാണ് മകരരാശിക്കാർക്ക് ഈ ആഴ്ച. പൊതുവേ ഒരു സന്തോഷകരമായ ഒരാഴ്ചയാണ് മകരരാശിക്കാർക്ക് ഈ ആഴ്ച. പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെയും പക്വതയോടെയും മനസ്സിനെ നിയന്ത്രിക്കേണ്ടതാണ്. കുംഭക്കൂറ്. അവിട്ടം അരപ്പാദവും ചതയം പൂരിട്ടാതിയുടെ 3/4 പാദവും ചേർന്നതാണ് കുംഭക്കൂറ്. കുംഭരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷമായിട്ടാണ് പറയേണ്ടത്. ഗുണത്തെക്കാളും കൂടുതലും ദോഷമാണ് നമ്മൾ പറയുക.
ആഴ്ചയുടെ ആദ്യത്തിൽ തന്നെ പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുകയും അവർ ശ്രമിക്കുന്ന പല കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ വരികയും അല്ലെങ്കിൽ അത് നടക്കാതെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിൽ സങ്കടപ്പെടാതെ അല്ലെങ്കിൽ വീണ്ടും അത് ശ്രമിച്ചാൽ അവസാനത്തോടു കൂടിയിട്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനും അതിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. ഇവിടെ പ്രത്യേകമായി പറയേണ്ട ഒരു ക്ലേശങ്ങൾ എന്ന് പറയുന്നത് ദമ്പതികൾക്കാണ്. ദാമ്പത്യ കലഹം കൊണ്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതാണ്. ദമ്പതികൾ തമ്മിലുള്ള സംസാര രീതികൾ കൊണ്ടുണ്ടാകാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ, അത് നിയമപരമായിട്ടോ മറ്റും ഉണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ടുകളാണ്. പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളായിട്ട് ഉണ്ടാകാനൊരു സാധ്യത അവിടെയുണ്ട്. അതായത് പേരൻസുമായിട്ടും അല്ലെങ്കിൽ ഭാര്യയായിട്ടും സുഹൃത്തുക്കളുമായിട്ടൊക്കെ പലതരത്തിലുള്ള കലഹങ്ങളാണ് നമ്മൾ അതിൽ എടുത്തു പറയേണ്ടത്. അത് വളരെയധികം സൂക്ഷിച്ച് വേണം കുംഭരാശിക്കാർ ഈ ആഴ്ച കാര്യങ്ങളെ സമീപിക്കാനായിട്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പലതരത്തിലുള്ള നേട്ടങ്ങൾക്കുള്ള സാധ്യതയും ഇതിൻ്റെ കൂടെ പറയേണ്ടത്. സ്വകാര്യമായിട്ട് ജീവിതത്തിലുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ മറ്റുള്ള മേഖലകളിലെല്ലാം തന്നെ അവർക്ക് വിജയമായിരിക്കും വരിക. സാമ്പത്തികപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും നേട്ടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ യാത്രകൾ നടത്തുന്നവർക്ക് നേട്ടമാണ്. പലതരത്തിലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനും അതിലൂടെ മനസ്സിന് ശാന്തി ഉണ്ടാക്കാനും അവർക്ക് സാധിക്കണം. പ്രത്യേകിച്ചും ഭക്തിപരമായിട്ട് ക്ഷേത്രങ്ങൾ ദർശിക്കുക, അതിലൂടെ നമുക്കൊരു ആത്മസംതൃപ്തി ലഭിക്കുന്ന കാലമാണ്. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയോ ചെയ്യുന്ന ഒരാഴ്ചയാണ് കുംഭരാശിക്കാർക്ക് ഈ ആഴ്ച. മീനക്കൂറ് പൂരിട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതി രേവതി നക്ഷത്രവും ചേർന്നതാണ് മീനക്കൂറ്. മീനരാശിക്കാർക്കും ഈ ആഴ്ച ഗുണദോഷമായിട്ടാണ് പറയുന്നത്. ദോഷങ്ങൾ കുറവാണ്, ഗുണങ്ങളും ഉണ്ട്. പലതരത്തിലുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലുള്ള അനുകൂലമായ നിലപാടാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് നിയമപരമായിട്ട് ഉള്ള ഒരു നിലപാടാണ് നമുക്ക് ഫേവറായിട്ട് വരിക. അല്ലെങ്കിൽ നമുക്കതിൽ നിന്നും മുന്നോട്ട് നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന പല കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരാഴ്ചയാണ് മീനരാശിക്കാർക്ക് ഈ ആഴ്ച. കുട്ടികൾക്കാണെങ്കിലും അവർക്ക് പുതിയ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ കിട്ടുക, വിദേശത്ത് പോയി പഠിക്കാനുള്ള യോഗങ്ങൾ ഉണ്ടാവുക, അതിനുള്ള സഹകരണങ്ങളും സപ്പോർട്ടുകളും ചുറ്റുമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുക, വീട്ടിലെ അന്തരീക്ഷം മറ്റൊരു സന്തോഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. ജോലി തേടുന്ന ആൾക്കാർക്ക് ജോലി കിട്ടുക ചെയ്യുന്നതാണ്. ഇവിടെ ഒരു സങ്കടകരമായ അവസ്ഥ വാഹനം തൊഴിലായി ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ്. അവർക്ക് വാഹനത്തിനുണ്ടാകാവുന്ന ചെറിയ അറ്റകുറ്റപ്പണികൾ മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും സാമ്പത്തിക ക്ലേശവും തടസ്സങ്ങളും ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ മേഖലയിലുള്ള ആൾക്കാർ വളരെയധികം സൂക്ഷിക്കുക. നിയമപരമായി ജോലി ചെയ്യുന്ന ആൾക്കാരെയും കുറിച്ച് സൂക്ഷിക്കുക. അവർക്ക് അപമാനം വരാനുള്ള സാധ്യതയുണ്ട്. അവർ ചെയ്യുന്ന ചിലപ്പോൾ അവർ ഏറ്റെടുത്ത ജോലി ചിലപ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാതെ വരികയും അതുമൂലമുണ്ടാകാവുന്ന മാനഹാനി അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരുന്ന ഒരവസ്ഥ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അവർ അത് ശ്രദ്ധിച്ച് ആ മേഖലയിലുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കേണ്ടത്. മീനരാശിക്കാർക്ക് പൊതുവേ ദോഷങ്ങളുണ്ടെങ്കിലും ഇതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് അവർ യഥാശക്തി ശ്രദ്ധയോടെ തൻ്റെ തടസ്സങ്ങൾ മാറ്റാനും തൻ്റെ കർമ്മമേഖല കൂടുതൽ ശ്രദ്ധിച്ച് മനസ്സിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ നല്ല സമയം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.